കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഭഗവാൻ ഉദ്ധവഗീതയിലൂടെ ഉദ്ധവരോടായി പറയുന്ന ആ പരമാർത്ഥ നിരൂപണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പരമാർത്ഥ നിരൂപണം ഭാഗം 2. ഓരോരുത്തരുടെയും സ്വഭാവങ്ങളെയും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെയും പ്രശംസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. അതേപോലെ പ്രപഞ്ചത്തെ പ്രകൃതി പുരുഷ സ്വരൂപേണയും പ്രകൃതി പുരുഷന്മാരെ പരമാത്മ തത്വമായും കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതേപോലെ അന്യരുടെ സ്വഭാവ കർമ്മങ്ങളെ പുകഴ്ത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ മിഥ്യകളായ പ്രപഞ്ചവസ്തുക്കളിൽ സത്യബുദ്ധി ദൃഢപ്പെടാനും ആത്മബോധമാകുന്ന പരമലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോവാനും ഇടയാകുന്നു. ശരീരമാണ് താനെന്ന ദൃഷ്ടിയിലൂടെ നോക്കുമ്പോഴാണ് ഞാൻ വേറെ അല്ലെങ്കിൽ മറ്റുള്ളവർ വേറെ എന്ന തോന്നലുണ്ടാകുന്നത്. അപ്പോഴാണ് ചിലരെ സ്തുതിക്കുവാനും ചിലരെ നിന്ദിക്കുവാനും എല്ലാം തോന്നുന്നത്. ദേഹാത്മബുദ്ധി ആത്മദർശനത്തിന് അത്യന്തം തടസ്സമാണ്. ഇന്ദ്രിയങ്ങൾ താൽക്കാലികമായി അടങ്ങുമ്പോൾ ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ ഒന്നുകിൽ സ്വപ്നത്തിലെ പദാർത്ഥങ്ങളെ സത്യമായി അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഗാഢമായ നിദ്രയിൽ ലയിക്കുന്നു. സ്വപ്നാനുഭവങ്ങളെ സത്യമായി കരുതുന്നത് പോലെയാണ് പ്രപഞ്ചത്തെ പലതായി കാണുന്നത്. അങ്ങനെ കാണുന്നവന് യാതൊരുവിധ വികാരവും ഇല്ലാത്തതായ ആത്മാവിൻ്റെ അനുഭവം ഉണ്ടാവില്ല. ജ്ഞാനം, വേദങ്ങൾ, വിവേകം, തപസ്, പ്രത്യക്ഷം, അനുഭവസ്ഥന്മാരുടെ ഉപദേശങ്ങൾ, അനുമാനം എന്നിവ വഴിക്ക് ആദിയും അവസാനവും ഉള്ളതായ ഈ പ്രപഞ്ചം എന്തിൽ നിന്ന് ആരംഭിച്ച് എന്തിൽ അവസാനിക്കുന്നുവോ ആ ആത്മതത്വം മാത്രമേ മധ്യത്തിലും സത്യമായുള്ളൂ എന്ന് ബോധിക്കുവാൻ നമ്മൾക്ക് കഴിയും. ഈ തള, വാൾ, വള, മാല എന്നീ ആഭരണ സ്വരൂപേണ പല പേരുകളിലും ആകൃതികളിലുമെല്ലാം അറിയപ്പെടുമ്പോഴും സ്വർണം പൊന്നായി തന്നെ ഇരിക്കുന്നത് പോലെയാണ് ആത്മാവ് ശരീര മനോബുദ്ധീന്ദ്രിയങ്ങളായി പ്രകാശിക്കുമ്പോഴും മാറ്റമൊന്നുമില്ലാത്തതായി വിളങ്ങുന്നത്. ആത്മാവിൽ ശരീരാദി നാമരൂപങ്ങൾ വെറും കൽപ്പിതങ്ങളാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളോട് കൂടിയ മനസ്സും ആ അവസ്ഥകൾക്ക് കാരണമായ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളും ത്രിഗുണങ്ങളുടെ വികാരങ്ങളായ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്നിവയും ഇവയെല്ലാം കൂടിച്ചേർന്നുണ്ടായ ജഗത്തും ഇവയ്ക്കെല്ലാം അതീതമായ ആ വിജ്ഞാനത്തോട് ചേർന്ന് സത്യമായി പ്രകാശിക്കുന്നു. വിജ്ഞാനത്തിൽ നിന്നും വേർപെടുമ്പോൾ അവയില്ലാത്തവയായി തീരുന്നു. അതിനാൽ എല്ലാത്തിനും ആശ്രയമായ ആ വിജ്ഞാനം തന്നെ സത്യമായിട്ടുള്ളത്. അതുതന്നെയാണ് ആത്മാവ്, മുൻപില്ലാതിരുന്നതും പിന്നീടുള്ളതായി അനുഭവപ്പെടുന്നതുമായ പ്രപഞ്ചം. എന്തിൽ നിന്നുണ്ടായി എന്തിനെ അവലംബിച്ചു നിൽക്കുന്നുവോ ആ ആത്മാവ് മാത്രമാണ് പരമാർത്ഥത്തിൽ ഉള്ളത്. പ്രപഞ്ചാകാരേണ തോന്നപ്പെടുന്നതും ആത്മാവ് തന്നെ എന്നാണ് എൻ്റെ നിശ്ചയം. ഇല്ലാത്തതാണെങ്കിലും ഈ ലോകം രജോ ഗുണത്തിൻ്റെ അവികാരമായിട്ടുള്ളതുപോലെ തോന്നപ്പെടുകയാണ്. സ്വയം ജ്യോതിസ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് മനസ്സായും ഇന്ദ്രിയങ്ങളായും ശബ്ദാദി വിഷയങ്ങളായും പഞ്ചഭൂതങ്ങളായും പ്രപഞ്ചമായും എല്ലാം വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ബ്രഹ്മത്തെ ജഡപദാർത്ഥങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ ഉപകരിക്കുന്ന ആ പ്രമാണങ്ങളെ കൊണ്ടും ജഡവസ്തുക്കളെ ആ ചൈതന്യത്തിൽ നിന്ന് തള്ളിക്കളയുവാനുള്ള ഉപായങ്ങളെ കൊണ്ടും അതിനുള്ള ഉപദേശത്തെ തരുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ബ്രഹ്മത്തെ തന്നിൽ താനായി വിളങ്ങുന്ന ആത്മാവായിട്ടറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സകല സംശയങ്ങളും ആഗ്രഹങ്ങളും നീങ്ങി ആ ആത്മാനന്ദത്തിൽ മുഴുകി എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും നിവർത്തിക്കണം. നമ്മുടെ ഈ ഭൂമിയുടെ വികാരമായ ശരീരം ആത്മാവല്ല. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും പ്രാണനും ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ശബ്ദാദി വിഷയങ്ങൾ ഇവ ചേർന്ന പ്രകൃതിയും ആത്മാവല്ല. അവയ്ക്കെല്ലാം അതീതവും അവയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ആ അറിവാണ് ആത്മാവ്. ഇങ്ങനെ വിചാരം ചെയ്തിട്ടാണ് അനാത്മമായ വസ്തുക്കളെ തന്നിൽ നിന്നും തള്ളിക്കളയേണ്ടത്. മേഘങ്ങൾ മറച്ചാലും നീങ്ങിപ്പോയാലും ഒന്നും അത് സൂര്യന് യാതൊരു വിധത്തിലും ബാധകമായി തീരുന്നില്ല, അല്ലേ?
മേഘങ്ങൾ മറയ്ക്കുന്നതിനെയും നീങ്ങിപ്പോകുന്നതിനെയും പ്രകാശിപ്പിക്കുന്നു ആ സമയത്ത് സൂര്യദേവൻ. അതുപോലെ ആത്മസ്വരൂപത്തെ താനായി ബോധിച്ച ജ്ഞാനിക്ക് ഇന്ദ്രിയങ്ങളും അതേപോലെ മനസ്സും അടങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ വികസിച്ചതുകൊണ്ട് ദോഷമോ ഉണ്ടാവുന്നില്ല. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ആ വികാസത്തെയും അടക്കത്തെയും സാക്ഷീഭാവത്തിൽ അറിയുന്ന ആത്മാവാണ് താനെന്ന ആ ഒരു ബോധമാണ് അതിന് കാരണം. വായു, അഗ്നി, ജലം, ഭൂമി എന്നിവ ആകാശത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എങ്കിലും അവയ്ക്ക് ആകാശത്തെ മലിനപ്പെടുത്തുവാൻ കഴിയുന്നില്ല, അല്ലേ? കാരണം അവയേക്കാൾ സൂക്ഷ്മമാണ് ആകാശം. അതുപോലെ സത്വരജസ് തമസ്സുകളേക്കാൾ എത്രയോ സൂക്ഷ്മമാണ് നാശരഹിതനായ ആത്മാവ് എന്നതിനാൽ അവയുടെ വികാരങ്ങളായ സംസാര വസ്തുക്കൾക്കൊന്നിനും തന്നെ ആത്മതത്വത്തെ ബാധിക്കുവാൻ കഴിയില്ല. എങ്കിലും ഈശ്വരനായ ആ ഭഗവാനോടുള്ള ദൃഢമായ ഭക്തിയോഗം കൊണ്ട് മനസ്സിലെ രജോഗുണമാകുന്ന മാലിന്യം നിശേഷം നശിക്കുന്നതുവരെ ഈ മായാകാര്യങ്ങളായ പ്രപഞ്ച വസ്തുക്കളിൽ നിസ്സംഗനായി ജീവിക്കുകയാണ് വേണ്ടത്. നല്ല പോലെ ചികിത്സിച്ചു ഭേദമാക്കാതെ ഇരുന്നാൽ ഈ രോഗം ഇടയ്ക്കിടെ നമ്മെ വന്ന് ആ മൂർച്ഛിച്ച് ആ രോഗിയെ അല്ലെങ്കിൽ നമ്മിൽ ഓരോരുത്തരെയും ശല്യപ്പെടുത്താറില്ലേ? അതുപോലെയാണ് മനസ്സിലെ കർമ്മവാസനകളെ സമ്പൂർണമായി നശിപ്പിക്കാത്തവനും വേണ്ടത്ര വൈരാഗ്യമില്ലാത്തവനുമായ അപക്വയോഗിയെ മനസ്സ് വീണ്ടും വീണ്ടും വികസിച്ച് ആത്മബോധത്തിൽ നിന്നും തെറ്റിച്ച് കഷ്ടപ്പെടുത്തുന്നു. വൈരാഗ്യം കൊണ്ട് പക്വത വരാത്ത യോഗികളെ പലവിധമായ തടസ്സങ്ങളും ബാധിക്കുമെങ്കിലും അവരടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിലെ സംസ്കാരം കൊണ്ട് യോഗം തന്നെ തുടർന്ന് അഭ്യസിച്ച് ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി പരിശ്രമിക്കുകയേ ഉള്ളൂ. അല്ലാതെ കർമ്മമാർഗത്തിലേക്ക് അവരൊരിക്കലും തിരിച്ചു വരില്ല. ഇനി വിവേകമില്ലാത്തവർ കർമ്മഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് മരണപര്യന്തം കർമ്മം ചെയ്യുകയും അവയുടെ ഫലങ്ങളായ സുഖദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വിദ്വാനാവട്ടെ ശരീരേന്ദ്രിയ മനസ്സുകൾ വ്യാപരിക്കുന്ന സമയത്തും യാതൊരു ആഗ്രഹം ഇല്ലാത്തവനും ആത്മസുഖത്തിൽ മുഴുകിയവനുമായി കഴിയുന്നു. ആത്മബോധത്തിൽ മനസ്സുറച്ച ജ്ഞാനി നിൽക്കുകയോ നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റ് സ്വാഭാവികമായ കർമ്മങ്ങളിൽ വ്യാപരിക്കുകയോ ചെയ്യുമ്പോഴും ശരീരത്തെ ഓർമ്മിക്കുക പോലും ചെയ്യുന്നില്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും പ്രപഞ്ചത്തിന് സത്യത്വമില്ല എന്ന് ദൃഢമായി ബോധിക്കുന്നു ജ്ഞാനികൾക്ക്. ഓർക്കുക, നമ്മുടെ ആത്മാവ് സ്വയം പ്രകാശസ്വരൂപനും അപ്രമേയ മഹിമയോട് കൂടിയവനും സർവൈശ്വര്യപൂർണനും എല്ലാത്തെയും അറിയുന്നവനും ഏകനും അദ്വിതീയനും വാക്കുകൾ അടങ്ങുമ്പോൾ സ്വയം പ്രകാശിക്കുന്നവനുമാണ്. വാക്കും മനസ്സും പ്രാണവും ആത്മസാന്നിധ്യം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നിരുപാധികമായ ആത്മാവിൽ ഭേദസ്വരൂപേണ പ്രപഞ്ചം തോന്നപ്പെടുന്നത് മനസ്സിൻ്റെ ആ ബ്രഹ്മം മാത്രമാണ്. സത്യമായ ആത്മതത്വത്തെ അവലംബിച്ചാണ് മനസ്സ് നിലനിൽക്കുന്നത്. ആത്മാവിനെ വിട്ട് മനസ്സിനോ മനസ്സിൻ്റെ ആ കൽപ്പനകൾക്കോ നിലനിൽപ്പില്ല. അതേപോലെ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദിരൂപേണ അനുഭവപ്പെടുന്നത് കൊണ്ട് പ്രപഞ്ചം സത്യമാണ് എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്ന അഭിമാനിക്കുന്ന അവരുടെ ആ വാദങ്ങൾക്കൊന്നും തന്നെ സത്യത്വമില്ല. ഇന്ദ്രിയങ്ങളും ആത്മാവിൽ ആരോപിതങ്ങളാണ്. ആ സ്ഥിതിക്ക് ഇന്ദ്രിയജ്ഞാനത്തിന് എങ്ങനെയാണ് സത്യത്വം അനുവദിച്ചു കൊടുക്കുവാൻ കഴിയുക? അതുകൊണ്ട് പ്രിയ ഉദ്ധവ, യോഗാനുഷ്ഠാനം പരിപക്വാവസ്ഥയെ പ്രാപിക്കുന്നതിന് മുൻപ് ശാരീരികമായ വിഘ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവയെ അകറ്റുവാനുള്ള അനുഷ്ഠാനങ്ങളെയും പറഞ്ഞുതരാം. യോഗാസനകൾ, യോഗധാരണകൾ, മന്ത്രജപം, ഔഷധസേവ, ഈശ്വരധ്യാനം, നാമസങ്കീർത്തനാദികൾ, യോഗേശ്വരന്മാരുടെ ജീവിതചര്യയെ സ്വീകരിക്കൽ എന്നിവ കൊണ്ട് തടസ്സങ്ങളെ സാവധാനത്തിൽ അകറ്റണം. ധീരന്മാരായ ചില യോഗികൾ പലവിധ ഉപായങ്ങളെ കൊണ്ട് ശരീരത്തെ ജരാനരകൾ ബാധിക്കാത്തതും ബലിഷ്ഠവുമാക്കി തീർത്ത് അണിമാതി സിദ്ധികൾക്ക് വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാലും ശരീരം ഒരു ദിവസം നശിക്കുന്നതാണ്. അപ്പോൾ അതിനെ അനശ്വരമാക്കി തീർക്കുവാനുള്ള പരിശ്രമം സത്യത്തിൽ വൃഥാവിലാണ്. യോഗാനുഷ്ഠാനം കൊണ്ട് ശരീരം ആരോഗ്യ ദൃഢമാക്കി തീരുകയാണെങ്കിൽ തന്നെ ശരീരത്തിൻ്റെ സിദ്ധിയിൽ ആസക്തനായി തീരുകയില്ല. അതേപോലെ ശരീരത്തെ ശ്രദ്ധിക്കാതെ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു. മാത്രമല്ല ഭഗവാൻ പറയുന്നു, ഈശ്വരനായ എന്നെ ആശ്രയിച്ചുകൊണ്ട് യോഗം അഭ്യസിക്കുന്ന സാധകനെ തടസ്സങ്ങൾ ഒന്നും തന്നെ ബാധിക്കില്ല. അദ്ദേഹം ആത്മസുഖാനുഭൂതി കൊണ്ട് കൃതാർത്ഥനും പരമനിസ്പൃഹനും ആയിത്തീരും. പിന്നീട് ഭഗവാൻ ഉദ്ധവരോടായി പറഞ്ഞ ഉദ്ധവഗീതയിലെ ഈ ഉദ്ധവോപദേശം നമ്മൾക്കും മുന്നോട്ട് പോവാനുള്ള
വഴികളാണ്. ഭഗവാൻ ഉദ്ധവരോടായി പറയുന്ന ഈ വഴികളിലൂടെ ആ ഭഗവത് സന്നിധിയിലേക്ക് എത്താൻ നാമും പരിശ്രമിക്കുക. ആ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭഗവത് ധാമത്തിലേക്ക് ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുള്ള ഈ വഴികളിലൂടെ നമ്മൾക്കും എത്തിച്ചേരാൻ സാധിക്കും. ആ സർവേശ്വരൻ്റെ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.